3 യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിരുന്ന ഒരു വ്യോമതാവളം വ്യാജരേഖകൾ ഉപയോഗിച്ച് രഹസ്യമായി വിറ്റു. 1962, 1965, 1971 യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന ഒരു അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ടായി ഉപയോഗിച്ചിരുന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഒരു എയർ സ്ട്രിപ്പ് 1997 ഒരു അമ്മയും മകനും വിറ്റതായി നിങ്ങൾക്കറിയാമോ? 28 വർഷത്തിന് ശേഷം പ്രതികളായ ഉഷ അൻസലിനെയും മകൻ നവീൻ ചന്ദ്രയെയും ഇപ്പോൾ FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബ് വിജിലൻസ് ബ്യൂറോ ചീഫ് ഡയറക്ടറോട് ആരോപണം അന്വേഷിക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. IPC പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്തൊക്കെയാണ്? IPC സെക്ഷൻ 419 ആൾമാറാട്ടം വഴി വഞ്ചന, 420 വഞ്ചനയും സത്യസന്ധതയില്ലാതെ സ്വത്ത് കൈമാറാൻ പ്രേരിപ്പിക്കലും, 465 വ്യാജരേഖ ചമയ്ക്കൽ, 467 വിലപ്പെട്ട സെക്യൂരിറ്റി വിൽപത്രം മുതലായവ വ്യാജമായി ചമയ്ക്കൽ, 471 വ്യാജരേഖയോ ഇലക്ട്രോണിക് രേഖയോ യഥാർത്ഥമായി ഉപയോഗിക്കൽ, 120B ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തന്ത്രപ്രധാന പ്രതിരോധ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ ദീർഘകാലമായി മറച്ചു വച്ചിരിക്കുന്ന അഴിമതിയിൽ ഉൾപ്പെട്ട എല്ലാവരെയും തിരിച്ചറിയുന്നതിനായി DSP കിരൺ ശർമ്മയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഫട്വാല ഗ്രാമത്തിലെ വ്യോമതാവളം പാകിസ്ഥാൻ അതിർത്തിയുമായി വളരെ അടുത്താണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈക്കോടതി ഇടപെടലിന് ശേഷം 2025 മെയ് മാസത്തിൽ മാത്രമാണ് ഭൂമി ഒടുവിൽ പ്രതിരോധ മന്ത്രാലയത്തിന് തിരികെ ലഭിച്ചത്. ചില പ്രധാന വിശദാംശങ്ങൾ. വിജിലൻസ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ ഭൂമി ഇന്ത്യൻ വ്യോമസേനയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിക്കുന്നതിനായി 1945 മാർച്ച് 12 ബ്രിട്ടീഷ് ഭരണകൂടം ഈ ഭൂമി ആദ്യം ഏറ്റെടുത്തു. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ നിയന്ത്രണത്തിൽ തുടർന്നു. പിന്നീടുള്ള 3 യുദ്ധങ്ങളിൽ പങ്കുവഹിച്ചു. ദുണ്ണിവാല ഗ്രാമത്തിലെ പ്രതികളായ ഉഷയും നവീനും ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യാജമായി അവകാശപ്പെട്ട് രേഖകൾ ചമച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി. വ്യാജ ഭൂമി രേഖകൾ ചമച്ചാണ് അവർ ഈ ഭൂമി വിറ്റത്. നിഷാൻ സിംഗ് എന്ന വിസിൽ വ്ളോഗറാണ് യഥാർത്ഥ പരാതി നൽകിയത്. വിരമിച്ച റവന്യൂ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ പരാതിയിന്മേൽ വർഷങ്ങളായി ഒന്നും സംഭവിച്ചില്ല. 2021 ഹൽവാര എയർഫോഴ്സ് സ്റ്റേഷനിലെ കമാൻഡന്റ് അന്വേഷണം ആവശ്യപ്പെട്ട് ഫിറോസ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കത്തെഴുതി. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. പിന്നെ ആരാണ് ഹർജി ഫയൽ ചെയ്തത്? ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിഷാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. അതായത് നേരത്തെ പറഞ്ഞ വിസിൽ വ്ളോഗർ നിഷാൻ സിംഗ്. ഹർജിക്കാരന്റെ അഭിഭാഷകർ പറയുന്നതനുസരിച്ച് യഥാർത്ഥ ഭൂ ഉടമയായ മദൻ മോഹൻ ലാൽ 1991 അന്തരിച്ചു. ഇതൊക്കെയാണെങ്കിലും 1997 വിൽപ്പന രേഖകൾ നടപ്പിലാക്കി. 2009, 2010 ആയപ്പോഴേക്കും ജമാബന്ദി, സുർജിത് കൗർ, മഞ്ജിത് കൗർ, മുക്തിയാർ സിംഗ്, ജാഗീർ സിംഗ്, ദാരാ സിംഗ്, രമേഷ് കാന്ത്, രാകേഷ് കാന്ത് എന്നിവരെ ഉടമകളാക്കി പട്ടികപ്പെടുത്തി. എന്നിരുന്നാലും സൈന്യം ഭൂമി ഒരിക്കലും അവർക്ക് ഔദ്യോഗികമായി കൈമാറിയിരുന്നില്ല. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിഷ്ക്രിയത്വത്തിന് ഫിറോസ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണറെ ഹൈക്കോടതി ശാസിച്ചു. ആരോപണങ്ങളുടെ സത്യാവസ്ഥ വ്യക്തിപരമായി അന്വേഷിക്കാനും ആവശ്യമെങ്കിൽ നടപടിയെടുക്കാനും ജസ്റ്റിസ് ഹർജിത് സിംഗ് ബ്രാർ പഞ്ചാബ് VB ചീഫ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു.